ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹവുമായി സെൽഫി എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട ഭർത്താവ്. ഞായറാഴ്ച തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലുള്ള വനിതാ ഹോസ്റ്റലിൽ വെച്ചാണ് ദാരുണമായ സംഭവം നടന്നത്. ഭർത്താവുമായി പിരിഞ്ഞു താമസിക്കുന്ന തിരുനെൽവേലി സ്വദേശിനിയെയാണ് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. കോയമ്പത്തൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ശ്രീപ്രിയയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിലെ പ്രതി ഭർത്താവ് ബാലമുരുകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഹോസ്റ്റലിൽ ശ്രീപ്രിയയെ കാണാനായാണ് ബാലമുരുകൻ എത്തുന്നത്. എന്നാൽ വസ്ത്രത്തിൽ ആരും അറിയാതെ അരിവാൾ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇയാൾ. കണ്ടുമുട്ടിയ ഉടനെ തന്നെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. തുടർന്ന് ബാലമുരുകൻ അരിവാൾ എടുത്ത് ശ്രീപ്രിയയെ വെട്ടുകയായിരുന്നു. മാത്രവുമല്ല, മൃതദേഹത്തോടൊപ്പം സെൽഫി എടുത്ത് അത് തന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയി അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. വഞ്ചനയ്ക്കുള്ള മറുപടി മരണമാണെന്ന് കുറിച്ചായിരുന്നു ബാലമുരുകൻ ചിത്രം സ്റ്റാറ്റസ് ആക്കിയത്. ആക്രമണമുണ്ടായതോടെ ഹോസ്റ്റലിലെ താമസക്കാരും ഭയന്ന് പുറത്തേക്കൂടി. എന്നാൽ ബാലമുരുകൻ സംഭവ സ്ഥലത്ത് തന്നെ തുടരുകയും പോലീസ് എത്തുന്നതുവരെ കാത്തിരിക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ബാലമുരുകനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ആയുധം കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടെന്ന സംശയത്താലാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. അവൾ തന്നെ ഒറ്റുകൊടുത്തതായി ബാലമുരുകൻ അവകാശപ്പെട്ടതായും പോലീസ് പറയുന്നുണ്ട്.